പ്രസവശേഷം കുഞ്ഞിനെ മുലയൂട്ടുന്നത് സംബന്ധിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും അമ്മമാർക്ക് ധാരാളം സംശയങ്ങളുണ്ടാവും. പ്രത്യേകിച്ച് ആദ്യമായി അമ്മയായവർക്ക്. ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. പ്രസവശേഷം കഴിയുന്നതും നേരത്തെ തന്നെ മുലയൂട്ടൽ തുടങ്ങണം. ആദ്യത്തെ 2 ദിവസം കൊഴുത്ത മഞ്ഞനിറത്തിലുള്ള പാലാണ് ഉണ്ടാകുന്നത്. ഇതാണ് കൊളസ്ട്രം. ഇതൊരിക്കലും പിഴിഞ്ഞു കളയരുത്. ഇത് വളരെയധികം പോഷകഗുണങ്ങളും പ്രതിരോധശക്തി നൽകുന്ന ആന്റിബോഡികളും വൈറ്റമിനുകളും അടങ്ങുന്ന ഒന്നാണ്. ഗർഭത്തിന്റെ അവസാന നാളുകൾ മുതൽ പ്രസവത്തിനു തൊട്ടു മുൻപ് വരെ ഉത്പാദിക്കപ്പെടുന്ന ഈ കൊളസ്ട്രം രോഗപ്രതിരോധ ശേഷി കൈവരിക്കുന്നതിനും വളർച്ച മികവ് പ്രകടിപ്പിക്കുന്നതിനും വളരെ അത്യന്താപേക്ഷിതമായ ഒന്നാണ്. പ്രോട്ടീൻ സമ്പുഷ്ടമായ ഈ കൊളസ്ട്രമാണ് കുഞ്ഞിന് നൽകാൻ കഴിയുന്ന ഏറ്റവും മികച്ച ആഹാരം. കൊളസ്ട്രത്തിൽ അടങ്ങിയിരിക്കുന്ന ആന്റിബോഡികളും വൈറ്റമിനുകളും പ്രോട്ടീനും ഒന്നും തന്നെ സാധാരണ മുലപ്പാലിലുണ്ടാവുകയില്ല. അതുകൊണ്ടുതന്നെ ഒരിക്കലും ഒരു കുഞ്ഞിന് കൊളസ്ട്രം നിഷേധിക്കരുത്. നിർബന്ധമായും കുഞ്ഞിന് കൊടുത്ത് ഇരിക്കേണ്ട ഒന്നാണിത്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞിന് ജീവിതകാലം മുഴുവൻ കുഞ്ഞിനെ ചില രോഗങ്ങളിൽ നിന്നും സംരക്ഷണം ലഭിക്കുന്നതാണ്. രോഗപ്രതിരോധ ശേഷി കൈവരുന്നതാണ്. ഇത് വളരെയധികം പോഷകസമ്പുഷ്ടമായ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. മാത്രമല്ല ഇതിന് ലഘുവായ രീതിയിൽ വയറിളക്കാനുള്ള കഴിവുണ്ട്. അങ്ങനെ കുട്ടിയുടെ ആദ്യത്തെ മലം പുറത്തുവരുന്നതിനെ എളുപ്പമാക്കാനും സഹായിക്കുന്ന ഒന്നാണ് ഈ കൊളസ്ട്രം. പ്രസവസമയത്ത് നവജാത ശിശുവിന്റെ ശരീരത്തിൽ നിന്നും അമിതമായി രക്തത്തിന്റെ അളവിൽ കുറവുണ്ടാവുകയും അതിന്റെ ഫലമായി നിർജ്ജീവമാകുന്ന ചുവന്ന രക്താണുക്കളുടെ അവശിഷ്ടമായ ബിലിറ്റിബിനെ പുറന്തള്ളാനും ഇതുവഴി കഴിയുന്നു. അതിനാൽ തന്നെ കുട്ടികളിൽ ഉണ്ടാവാനിടയുള്ള മഞ്ഞപ്പിത്തത്തെ തടയാൻ ഇത് വളരെ നല്ലതാണ്. പാല് കൊടുക്കുന്നത് പോലെ തന്നെ വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. പാല് കൊടുത്തതിനു ശേഷം കുഞ്ഞിനെ തോളത്ത് എടുത്തു തട്ടി ഗ്യാസ് കളയുന്നത്. ചില ടൈമിൽ ഗ്യാസ് പോയില്ലെങ്കിലും 2 മിനിറ്റ് ചുമ്മാ തോളത്ത് ഇടുന്നത് മൂലം തട്ടാതെ തന്നെ തനിയെ ഗ്യാസ് പോകുന്നതാണ്. പ്രസവസമയത്ത് ഇടുന്ന സ്റ്റിച്ച് ആദ്യ ദിവസങ്ങളിൽ അല്പം ബുദ്ധിമുട്ട് സൃഷ്ടിക്കും. സ്റ്റിച്ച് ഉള്ളവർ അത് ഉണങ്ങുന്നതുവരെ പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. സ്റ്റിച്ച് ഇട്ട ഭാഗം ചൂടുവെള്ളവും സോപ്പും ഉപയോഗിച്ച് മാത്രം വൃത്തിയാക്കുക. ഉപ്പുവെള്ളം ഉപയോഗിക്കാതിരിക്കുക, കാരണം സ്റ്റിച്ച് പഴുക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഉണങ്ങിയ തുണികൊണ്ട് എപ്പോഴും ഒപ്പിയെടുക്കണം. ആ ഭാഗത്ത് പുരട്ടാനായി പ്രത്യേക ഓയിന്റ്മെന്റൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായ രീതിയിൽ പുരട്ടണം. കുഞ്ഞിന് പാല് കൊടുക്കുമ്പോൾ മാക്സിമം ഇരുന്നുകൊണ്ട് തന്നെ പാലു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. പ്രസവത്തിന്റെ ആദ്യ ദിനങ്ങളിൽ പാൽ കൊടുക്കുമ്പോൾ സ്റ്റിച്ച് മൂലം ഇരിക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. ഇനി ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഒരു ആം ചെയറിൽ കുഷ്യൻ അല്ലെങ്കിൽ പില്ലോ വെച്ചതിനുശേഷം അതിലിരിക്കാം. എന്നിട്ട് പാല് കൊടുക്കുമ്പോൾ കൈയിന്റെ അടിയിലായിട്ട് ഒരു പില്ലോ വെച്ച് അതിനു മുകളിൽ കുഞ്ഞിനെ സപ്പോർട്ട് ചെയ്തിട്ട് പാല് കൊടുക്കാനായിട്ട് ട്രൈ ചെയ്യാം. അങ്ങനെ ആവുമ്പോൾ കൂടുതൽ കംഫോർട്ട് ആയിരിക്കും. കുഞ്ഞു ചെറുത് ആയതുകൊണ്ട് നമുക്ക് പിടിക്കാനുമൊക്കെ കംഫോർട്ടായിട്ട് തോന്നും.